നിറഞ്ഞവരെ, ഹല്ലേലൂയായിൽ ഇന്ന് നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല. യോഹന്നാൻ 15:4 പറഞ്ഞു തരുന്നു. അതുകൊണ്ട് ജോൺ 15:4, Continue to live in me and I will continue to live in you. A branch cannot make fruit by itself. It can make fruit only if it continues to be part of the vine. You are like that. You cannot make fruit unless you continue to live in me. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഈ ഒരു വചനത്തിലൂടെ തമ്പുരാൻ ഇന്ന് നമ്മളോട് പറഞ്ഞു തരികയാണ്. നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ ലോകത്തിൽ നമ്മൾക്ക് നല്ല ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ, നല്ല മക്കളായി വളരണമെങ്കിൽ, നമ്മൾക്ക് ഈ നല്ല വ്യക്തിത്വങ്ങൾ നിലനിർത്തണമെങ്കിൽ, നമ്മളിൽ നിന്ന് പുറപ്പെടുന്നത് നല്ലതാകണമെങ്കിൽ, നമ്മൾ അടുത്ത തലമുറയ്ക്ക് നമുക്ക് നൽകുവാൻ സാധിക്കുന്നത് ഏറ്റവും മനോഹരവും അത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദവും ആകണമെങ്കിൽ നമ്മൾ എല്ലാവരും കർത്താവിനോട്, ഈശോയോട് ചേർന്ന് നിൽക്കണം. ഈശോയാകുന്ന മുന്തിരി മരത്തോട് ഒട്ടി നിൽക്കുമ്പോഴാണ് അതിലെ ശാഖകളാകുന്ന നമ്മളിൽ നിന്ന് നല്ല ഫലം പുറപ്പെടുവിക്കുവാൻ, മധുരമുള്ള മുന്തിരി മരം പുറപ്പെടുവിക്കുവാൻ, ഫ്രൂട്ട്സ് ഉണ്ടാകുവാൻ, നല്ല ഫലങ്ങൾ ഉണ്ടാകുവാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഈശോയിൽ നിന്ന് അകന്ന് നിന്ന് നമുക്ക് പലതും ചെയ്യാമെന്ന് നമുക്കൊരു മിഥ്യാബോധമുണ്ടെങ്കിൽ അതൊരിക്കലും സാധ്യമാവുകയില്ല. കാരണം നമ്മൾ ചേർന്ന് നിൽക്കുന്നത് ഏതു മരത്തിലാണോ ആ മരത്തിൻ്റെ ഫലം മാത്രമേ നമുക്ക് പുറപ്പെടുവിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നൊരു സത്യാവസ്ഥ നമുക്ക് മനസ്സിലാക്കുക. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഈ ഭൂമിയിലൊക്കെ ആയിരിക്കുമ്പോൾ, നമ്മൾ ഈ ജീവിത കാലഘട്ടം മുഴുവൻ ജീവിക്കുമ്പോൾ നമ്മൾ സ്വയമേ ഒന്ന് ആഗ്രഹിക്കണം, ചിന്തിക്കണം. നമ്മൾ ആരോടാണ് ഒട്ടി നിൽക്കുന്നത്, എന്തിനോടാണ് നമ്മൾ ചേർന്ന് നിൽക്കുന്നത്. നമ്മളിൽ നിന്ന് അതിൻ്റെ ഒരു ഫലം മാത്രമേ മറ്റുള്ളവർക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ, മറ്റുള്ളവർക്ക് കിട്ടുവാൻ സാധിക്കുകയുള്ളൂ. ഈശോ ഇന്നിവിടെ ആഗ്രഹിക്കുന്നു, വചനങ്ങളിലൂടെ നമ്മളോട് പറഞ്ഞു തരുന്നു. എല്ലാ മക്കളും, ഈശോയുടെ പ്രിയപ്പെട്ട മക്കൾ, മാമോദിസ സ്വീകരിച്ച് ജ്ഞാനസ്നാനം സ്വീകരിച്ച എല്ലാ മക്കളും, വിശുദ്ധ കുർബാനയിലൂടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുന്ന എല്ലാ മക്കളും ഈശോയോട് ചേർന്ന് നിൽക്കുവാൻ, ഒട്ടി നിൽക്കുവാൻ. കുറവുകൾ അനേകമുണ്ടാകും. നമുക്ക് നമ്മളെ നോക്കിക്കഴിയുമ്പോൾ ലോകത്തിലുള്ള വ്യക്തികളെ പോലെ നമുക്കൊന്നും അധികം ഒന്നും ഷൈൻ ചെയ്യുവാനോ വലിയ വ്യക്തിത്വങ്ങളാകുവാനോ ഒന്നും സാധിക്കുന്നില്ലായിരിക്കാം. പക്ഷേ ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മളിൽ നിന്ന് പുറപ്പെടുന്നൊരു ഫലമുണ്ടല്ലോ, ആ ഫലം നോക്കിയിട്ട് തിരിച്ചറിയാൻ പറ്റും നമ്മൾ എന്തിനോടാണ് ചേർന്ന് നിൽക്കുന്നത്, ഏത് മരത്തിൽ നിന്നാണ് നമ്മൾ പുറപ്പെട്ടിരിക്കുന്നത്, ഏത് മരത്തിൻ്റെ ശാഖയാണ് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നത്, എന്താണ് നമ്മുടെ നല്ല ഫലങ്ങൾ എന്ന് നോക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാൻ പറ്റും അവൻ ഈശോയോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണോ. ഈശോ സ്നേഹം നിറഞ്ഞവരെ, അല്ലാതുള്ള വ്യക്തിത്വങ്ങളെപ്പറ്റി ഈശോ പറഞ്ഞു തരുന്നുണ്ട്. അവരുടെ ഫലങ്ങളും അവരുടെ കാര്യങ്ങളും ഒക്കെ ഈശോ പറഞ്ഞു തരികയാണ്. ഉള്ളിലേക്ക് പോകുന്നതല്ല, ഉള്ളിൽ നിന്ന് വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ല ഫലങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളിൽ നിന്ന് വരുന്നത് നല്ല ഫലങ്ങളായിരിക്കുമല്ലോ. നല്ല ഫലങ്ങളില്ലാത്തവൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത്, അല്ലെങ്കിൽ നല്ല ഈശോയോട് ചേർന്ന് നിൽക്കാത്തവൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത് മറ്റു പല ഫലങ്ങളായിരിക്കും. അതൊരു പക്ഷേ ചിന്തയിലായിരിക്കാം, ഒരു പക്ഷേ പ്രവൃത്തിയിലായിരിക്കാം, ജീവിത സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ ജീവിച്ച് കാണിക്കുന്നതായിരിക്കാം. എന്തായാലും ഈശോ ഇന്ന് നമ്മളോട് പറഞ്ഞു തരുന്ന ഇതിനകത്ത് ഹൃദയത്തോട് ചേർക്കാം, അനുതാപത്തോടും പശ്ചാത്താപത്തോടും. ഇവരുടെ കുറവുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ അവയോർത്ത് അനുദപിച്ച് പശ്ചാത്തപിച്ച് ഈശോയോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് ശ്രമിക്കാം. ആമേൻ. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വം മുൻപിലണച്ചു കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവ